നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ നഗരസഭയിൽ കാട്ടാനകളുടെ വിളയാട്ടം, പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാതെ ജനപ്രതിനിധികൾ. പാത്തിപ്പാറ, കുറുന്തോട്ടിമണ്ണ പ്രദേശങ്ങളിലാണ് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. ദേശീയ പണിമുടക്കിൽ വലഞ്ഞ ജനങ്ങൾ നിലമ്പൂരിലും ജനജീവിതത്തെ ബാധിച്ചു. നിലമ്പൂർ KSRTC ഡിപ്പോകളിൽ സമരാനുകൂലികൾ തടഞ്ഞ സർവീസുകൾ പോലീസ് ഇടപെട്ട് നടത്തി. ഇടത് തൊഴിലാളി സംഘടനകൾ നിലമ്പൂർ ടൗണിലും വലത് തൊഴിലാളി സംഘടനകൾ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിലേക്കും മാർച്ച് നടത്തി. മലപ്പുറം എടക്കരയിൽ ജനവാസ കേന്ദ്രത്തിനു സമീപം കാട്ടാനക്കുട്ടിയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കരിയമുരിയം വനാതിർത്തിയിൽ ഉണ്ണിച്ചന്തം ജനവാസ കേന്ദ്രത്തിന് സമീപമാണ് ആനക്കുട്ടിയുടെ ജഡം കണ്ടത്. കാലവർഷക്കെടുതിയിൽ തകർന്നതും അറ്റകുറ്റപ്പണി നടത്താതെ കാടുമൂടി നശിച്ചതുമായ ഫെൻസിങ്ങുകൾക്ക് പുതുജീവൻ നൽകാൻ വനംവകുപ്പിന്റെ മിഷൻ സോളാർ ആരംഭിച്ചു. നിലമ്പൂർ നോർത്ത്, സൗത്ത് ഡിവിഷനുകളിലെ റേഞ്ചുകളിലെ ജനവാസ മേഖലകളോട് ചേർന്ന ഫെൻസിങ്ങുകളാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. 480 രൂപ കുറഞ്ഞ് 1 പവൻ സ്വർണത്തിന്റെ വില 72,000 രൂപയായി. ഗ്രാമിന് 60 രൂപയാണ് കുറഞ്ഞത്. 900 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. വാർത്തകൾ വിശദമായി. നിലമ്പൂർ നഗരസഭയിൽ കാട്ടാനകളുടെ വിളയാട്ടം, പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാതെ ജനപ്രതിനിധികൾ. പാത്തിപ്പാറ, കുറുന്തോട്ടിമണ്ണ പ്രദേശങ്ങളിലാണ് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. നിലമ്പൂർ നഗരസഭയിൽ കാട്ടാനകളുടെ വിളയാട്ടം, പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാതെ ജനപ്രതിനിധികൾ. പാത്തിപ്പാറ, കുറുന്തോട്ടിമണ്ണ പ്രദേശങ്ങളിലാണ് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പാത്തിപ്പാറ 13-ാം വാർഡിൽ ആഴ്ചകളോളമായി ഈ ആനയുടെ വിളയാട്ടം ഈ പ്രദേശത്തൂടെ. ഇതിന് എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ കർഷകർ ചെയ്യുന്ന കൃഷി വരെ നശിപ്പിച്ചു പോവുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം സർക്കാർ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. എന്തെന്നാൽ കർഷകരെ ആത്മഹത്യയിലേക്ക് എത്തിക്കണ പോക്കാണ് ഇപ്പം ഈ വന്യമൃഗം കൊണ്ടുണ്ടാകുന്നത്. ഇതിനെല്ലാം കാരണം ഈ വനം മന്ത്രിയുടെ നിസ്സംഗതയാണ്. വനം മന്ത്രി ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ ഇതിൽ പറയാം. ഈ രീതിയിൽ പല സ്ഥലങ്ങളിലും, നിലമ്പൂരിൽ നിന്നല്ല മറ്റു ജില്ലകളിലെല്ലാം വന്യമൃഗ ആക്രമണം നടന്നിട്ടും മന്ത്രി തലങ്ങളിൽ മൗനം പാലിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അനുഭവമുണ്ട്. പാത്തിപ്പാറ കൊണ്ട് ആഴ്ചകളോളമായി ഈ പ്രദേശത്ത് ഫുള്ള് ആന വന്നിട്ട് കൃഷി നശിപ്പിക്കുന്നു. ഇനി ഇവിടെ എന്താ സംഭവിക്കണം? ഒരു മനുഷ്യജീവൻ മാത്രമുള്ള ഈ പ്രദേശത്ത് നഷ്ടപ്പെടാൻ, അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വന്യമൃഗത്തിന്റെ ആക്രമണം. കൃഷിയിടങ്ങളിലേക്ക് എത്തുന്ന കാട്ടാനയുടെ ദൃശ്യം ലഭിച്ചു. പാത്തിപ്പാറ, കുറുത്തോട്ടിമണ്ണ, പുലിക്കുന്നേൽ ഷാഹുൽ ഹമീദിന്റെ കൃഷിയിടത്തിലാണ് ഇന്ന് പുലർച്ചെ 3:15 കാട്ടാന എത്തി വ്യാപകമായി വാഴ, തെങ്ങ്, കമുക് കൃഷികൾ നശിപ്പിച്ചത്. രാത്രിയിലാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി. ഒരു എമർജൻസി കേസ് വന്നാൽ ഒരു ആംബുലൻസ് വരണമെങ്കിലോ ഒരു വാഹനം വരാനോ ഒന്നും പറ്റാത്തൊരു കണ്ടീഷനാണ്. റോഡിൽ കൂടെയാണ് ഇപ്പോൾ ഈ ആന വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ടാപ്പിംഗ് തൊഴിലാളികൾ 3 മണിക്ക് 4 മണിക്കൊക്കെ ടാപ്പിങ്ങിന് പോകുന്ന സമയമാണ്. അപ്പം അവരുടെയൊക്കെ മുന്നിൽ ഈ ആന പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ അപകടങ്ങളുണ്ടാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി സ്വീകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. 100 കണക്കിന് കുടുംബാംഗങ്ങൾ താമസിക്കുന്ന പാത്തിപ്പാറ, കുറുത്തോട്ടിമണ്ണ ഭാഗങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ഇന്നലെ പാത്തിപ്പാറ, ഏനാന്തി ഭാഗങ്ങളിൽ 10-ലേറെ കർഷകരുടെ കൃഷികൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. നിലമ്പൂർ നഗരസഭ പരിധിയിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. നിലമ്പൂരിൽ DFO ഓഫീസുകൾ ഉൾപ്പെടെയുള്ള നിലമ്പൂർ നഗരത്തിൽ നിന്നും കിലോമീറ്ററിനുള്ളിലാണ് കാട്ടാനകളുടെ വിളയാട്ടം. ഇന്നലെ രാത്രി 11 നേരത്ത് ആന ഇവിടെ വന്നുകാണ്ട് അവിടെ ഫ്രണ്ടില് റോഡ് സൈഡിൽ ഒരു പ്ലാവുണ്ട്. ആ പ്ലാവിലെ ചക്കയൊക്കെ ഇട്ടുകൊണ്ട് തിന്നതിന് ശേഷം എൻ്റെ പറമ്പിൽ ഇവിടെ ഒരു ചെറിയ മതിലുണ്ട്. മതില് കയറി കാലെടുത്ത് വെച്ച് മതിലിനൊന്നും പരിക്കുവല്ലാൻ പറ്റില്ല. ഒരു 2 കല്ല് പോയിട്ടുള്ളൂ. എന്നിട്ട് അതിന് ബാക്ക് വശത്ത് പിലാവുണ്ട്. ആ പിലാവിലും ഇതേമാതിരി ചക്കയൊക്കെ ഇട്ട് തിന്നുകാണ്ട് അങ്ങനെ അപ്പുറത്തുകൂടെ തിരിച്ചു പോയിരിക്കുകയാണ്. വനപാലകർ സ്ഥലം സന്ദർശിച്ച് പതിവ് പോലെ മടങ്ങി.
ദേശീയ പണിമുടക്കിൽ വലഞ്ഞ് ജനങ്ങൾ, നിലമ്പൂരിലും ജനജീവിതത്തെ ബാധിച്ചു. നിലമ്പൂർ KSRTC ഡിപ്പോകളിൽ സമരാനുകൂലികൾ തടഞ്ഞ സർവീസുകൾ പോലീസ് ഇടപെട്ട് നടത്തി. ഇടത് തൊഴിലാളി സംഘടനകൾ നിലമ്പൂർ ടൗണിലും വലത് തൊഴിലാളി സംഘടനകൾ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിലേക്കും മാർച്ച് നടത്തി. നിരവധി പേർ 2 മാർച്ചുകളിലായി പങ്കെടുത്തു. ദേശീയ പണിമുടക്കിൽ വലഞ്ഞ ജനങ്ങൾ, നിലമ്പൂരിലും ജനജീവിതത്തെ ബാധിച്ചു. നിലമ്പൂർ KSRTC ഡിപ്പോകളിൽ സമരാനുകൂലികൾ തടഞ്ഞ സർവീസുകൾ പോലീസ് ഇടപെട്ട് നടത്തി. ഇടത് തൊഴിലാളി സംഘടനകൾ നിലമ്പൂർ ടൗണിലും വലത് തൊഴിലാളി സംഘടനകൾ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിലേക്കും മാർച്ച് നടത്തി. നിരവധി പേർ 2 മാർച്ചുകളിലായി പങ്കെടുത്തു. എടക്കര, ചുങ്കത്തറ, ചാലിയാർ, വഴിക്കടവ്, അമരമ്പലം, കരുളായി, മൂത്തേടം, പോത്തുകൽ എന്നിവിടങ്ങളിലും പണിമുടക്ക് ഏതാണ്ട് പൂർണ്ണമാണ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് 10 പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ സംയുക്തമായി നടത്തുന്ന ദേശീയ പണിമുടക്ക് നിലമ്പൂരിലെ ജനജീവിതത്തെയും ബാധിച്ചു. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. നിലമ്പൂർ ഡിപ്പോയിൽ നിന്നും ഗൂഡല്ലൂരിലേക്ക് KSRTC നടത്തിയ സർവീസ് പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞുവെങ്കിലും പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് എതിർപ്പ് മറികടന്ന് സർവീസ് നടത്തി. ഇത് ജനങ്ങൾക്ക് ഏറെ സഹായകമായി. തുറന്ന് പ്രവർത്തിച്ച പൊതുമേഖലാ ബാങ്കുകൾ സമരക്കാർ ബലമായി ഇടപെട്ട് അടപ്പിച്ചു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഏതാനും ഓട്ടോറിക്ഷകളും സർവീസ് നടത്തുന്നത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നുണ്ട്. ഇന്നലെ സ്വകാര്യ ബസ്സുകൾ നടത്തിയ സൂചനാ പണിമുടക്കിന് പുറമെ ഇന്ന് സംയുക്ത തൊഴിലാളി സംഘടനകൾ നടത്തുന്ന പൊതു പണിമുടക്ക് കൂടി വന്നത് ജനങ്ങളെ ഏറെ ദുരിതത്തിലാക്കി. ദേശീയ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രകടനം നടത്തി. ദേശീയ പണിമുടക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നാമമാത്രമാണെങ്കിലും സംസ്ഥാനത്ത് ഏതാണ്ട് പൂർണ്ണമാണ്. മലപ്പുറം KSRTC ഡിപ്പോയിൽ നിന്നും പോലീസ് സംരക്ഷണത്തിൽ ഏതാനും സർവീസുകൾ നടത്തി. KSRTC സർവീസുകൾ നടത്തുവാൻ നിലമ്പൂരിലും പോലീസ് സംരക്ഷണം നൽകുന്നുണ്ട്. സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചതിനാൽ ഇന്ന് ജോലിക്ക് ഹാജരാകാത്തവർക്ക് ശമ്പളം ലഭിക്കില്ല. 4 ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, തൊഴിൽ സമയം 8 മണിക്കൂറായി നിലനിർത്തുക, മിനിമം ശമ്പളം 900 രൂപ ആക്കുക തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ ഉന്നയിച്ചാണ് സമരം. നിലവിലെ 4 ലേബർ കോഡുകൾ തൊഴിലാളിക്ക് ഏറെ ദോഷം ചെയ്യുന്നതാണെന്നും തൊഴിലാളികളുടെ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമാണെന്നും തൊഴിലാളി സംഘടനകൾ പറയുന്നു. എടക്കരയിൽ ജനവാസ കേന്ദ്രത്തിനു സമീപം കാട്ടാനക്കുട്ടിയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കരിയമുരിയം വനാതിർത്തിയിൽ ഉണ്ണിച്ചന്തം ജനവാസ കേന്ദ്രത്തിനു സമീപമാണ് ആനക്കുട്ടിയുടെ ജഡം കണ്ടത്. വഴിക്കടവ് റേഞ്ചിലെ പോത്തുകല്ല് സ്റ്റേഷൻ പരിധിയിൽ 1976 തേക്ക് തോട്ടത്തിലെ ബ്ലോക്ക് 2-ലാണ് ഏകദേശം 4 വയസ്സ് പ്രായം തോന്നിക്കുന്ന കാട്ടാനക്കുട്ടിയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുന്നു. ആനക്കുട്ടിയുടെ കഴുത്തിന് പരുക്കൊണ്ട്. കടുവയോ പുലിയോ ആക്രമിച്ചതാകും എന്നാണ് സംശയം. കാലവർഷക്കെടുതിയിൽ തകർന്നതും അറ്റകുറ്റപ്പണി നടത്താതെ കാടുമൂടി നശിച്ചതുമായ ഫെൻസിങ്ങുകൾക്ക് പുതുജീവൻ നൽകാൻ വനംവകുപ്പിന്റെ മിഷൻ സോളാർ ആരംഭിച്ചു. നിലമ്പൂർ നോർത്ത്, സൗത്ത് ഡിവിഷനുകളിലെ റേഞ്ചുകളിലെ ജനവാസ മേഖലകളോട് ചേർന്ന ഫെൻസിങ്ങുകളാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ ഇടങ്ങളിലെ ഫെൻസിങ്ങുകൾ ഇതിനോടകം അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗ്യമാക്കി കഴിഞ്ഞു. അറ്റകുറ്റപ്പണികൾക്കായി പരിശീലനം ലഭിച്ച ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും വാച്ചർമാരും പൊതുജനങ്ങളും അടങ്ങുന്ന സംഘത്തെ നയിക്കുന്നത് സെക്ഷൻ ഫോറസ്റ്റർമാരാണ്. പുതിയ ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുവാനുള്ള സർവേ നടപടികളും പുരോഗമിക്കുന്നുണ്ട്. അറ്റകുറ്റപ്പണി സ്വകാര്യ ഏജൻസികൾ ഏറ്റെടുക്കാതെ വന്നതോടെ വിദഗ്ധരെ ഉപയോഗിച്ച് വനം വകുപ്പിലെ ജീവനക്കാർക്കു തന്നെ പരിശീലനം നൽകുകയായിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. 480 രൂപ കുറഞ്ഞ് 1 പവൻ സ്വർണത്തിന്റെ വില 72,000 രൂപയായി. ഗ്രാമിന് 60 രൂപയാണ് കുറഞ്ഞത്. 900 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ജൂൺ 1-ന് 72,160 രൂപയായിരുന്നു സ്വർണ്ണവില. 3-ന് 72,840 രൂപയായി ഉയർന്നുവെങ്കിലും വീണ്ടും താഴുകയായിരുന്നു.
ജൂൺ 13 ഏപ്രിൽ 22 റെക്കോർഡ് സ്വർണ്ണവില ഭേദിച്ചിരുന്നു. ഏപ്രിൽ 22 രേഖപ്പെടുത്തിയ 74,320 രൂപ എന്ന റെക്കോർഡാണ് തിരുത്തിയത്. തൊട്ടടുത്ത ദിവസവും വില വർദ്ധിച്ച് സ്വർണ്ണവില പുതിയ ഉയരം കുറിക്കുന്നതാണ് കണ്ടത്. സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ 485 പേർ ഉള്ളതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മലപ്പുറം ജില്ലയിൽ 192 പേരും, കോഴിക്കോട് 114 പേരും, പാലക്കാട് 176 പേരും, എറണാകുളത്ത് 2 പേരും, കണ്ണൂരിൽ ഒരാളുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് 18 പേരാണ് ചികിത്സയിലുള്ളത്. ഒരാൾ ICU ചികിത്സയിലുണ്ട്. മലപ്പുറം ജില്ലയിൽ ഇതുവരെ 42 പേരുടെ സാമ്പിളുകൾ നെഗറ്റീവ് ആയിട്ടുണ്ട്. പാലക്കാട് 3 പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ്. പാലക്കാട് ജില്ലയിൽ ഇതുവരെ 7 സാമ്പിളുകൾ നെഗറ്റീവ് ആയിട്ടുണ്ട്. സംസ്ഥാനത്താകെ 26 പേർ ഹൈയസ്റ്റ് റിസ്കിലും 117 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ്. നിപ്പ സ്ഥിരീകരിച്ച രോഗി കോഴിക്കോട് ICUവിൽ ചികിത്സയിലാണ്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർമാർ, ജില്ലാ കളക്ടർമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേരള ഗ്രാമീണ ബാങ്ക് നിലമ്പൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ബാങ്കിന്റെ സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് നിലമ്പൂർ നഗരസഭ ഹരിതകർമ്മ സേനയെ ആദരിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേന കെയർടേക്കർ സുരാജ് അധ്യക്ഷത വഹിച്ചു. ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ബാങ്കിന്റെ ഉപഹാരം നൽകി. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ UK ബിന്ദു ആശംസകൾ നേർന്നു. കൌൺസിലർമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ, ബാങ്ക് ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള ഗ്രാമീണ ബാങ്ക് നിലമ്പൂർ ശാഖ സീനിയർ മാനേജർ ശങ്കർ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് നന്ദിയും പറഞ്ഞു. പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പ്രതിരോധം ഫലപ്രാപ്തിയിലെത്താൻ ഏകോപിത ശ്രമം വേണമെന്ന് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി. ലോക ജന്തുജന്യരോഗ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എലിപ്പനി, പേവിഷബാധ, നിപ്പ തുടങ്ങിയ ജന്തുജന്യ രോഗങ്ങൾ പ്രധാന ആരോഗ്യ വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവയ്ക്കെതിരെ സാമൂഹ്യ പ്രതിരോധവും അവബോധവും സൃഷ്ടിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ബോധവൽക്കരണ സെമിനാറിൽ ജന്തുജന്യ രോഗങ്ങൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് DMO ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് CK സുരേഷ് കുമാർ ക്ലാസ് എടുത്തു. ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ C ഷുബിൻ മുഖ്യപ്രഭാഷണം നടത്തി. മലപ്പുറം നഗരസഭ ഗസ്റ്റ് ഹൌസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക അധ്യക്ഷയായി. സൂപ്രണ്ട് ഡോക്ടർ K രാജഗോപാലൻ, ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ KP സാദിഖ് അലി, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ K മധുസൂദനൻ, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ വിൻസെന്റ് സിറിൽ, ടെക്നിക്കൽ അസിസ്റ്റന്റ് M ഷാഹുൽ ഹമീദ്, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ M മോഹൻദാസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ VB പ്രമോജ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ PP അനുകൂൽ, നഗരസഭ കണ്ടിജന്റ് ജീവനക്കാർ, ആശ, കുടുംബശ്രീ, ഹരിതകർമ്മസേന പ്രവർത്തകർ, ICDS സൂപ്പർവൈസർമാർ, അംഗൻവാടി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.